കെ.വി. ബൈജു കാസർഗോഡ് നിന്ന്. ബൈജു, പലയിടത്തും നമ്മൾ ഇപ്പോൾ നഗരസഭകളിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലൊക്കെ ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കാസർഗോഡ് വളരെ വ്യാപകമായി തന്നെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുണ്ട്. മൂന്ന് മുന്നണികളും അവരുടെ ശക്തി പരമാവധി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ലീഗിനും BJP-ക്കുമൊക്കെയാണ് കാര്യമായി അവിടെ വിമത ഭീഷണിയുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദേലമ്പാടിയിൽ മുൻ നേതാക്കൾ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നത് CPM-ന് ഭീഷണിയാണ്. എന്താണ് അവസാന മണിക്കൂറിലെ ചർച്ചകൾ, അനുനയ നീക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ നമുക്ക് എടുത്തു പറയേണ്ടത് UDF-ന്റെ കാര്യമാണ്. UDF-ന്റെ അവസ്ഥ അതിദയനീയമെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് മഞ്ചേശ്വരത്ത് ഒരു കോൺഗ്രസിന്റെ ഓഫീസ് തന്നെ അടച്ചുപൂട്ടുന്ന അവസ്ഥ. പടന്നിയിൽ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ഒന്നടങ്കം രാജിവെക്കുന്ന സാഹചര്യം. മാത്രമല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ കയ്യാങ്കളി നടക്കുന്ന സാഹചര്യം. അങ്ങനെ UDF-ൽ വിമതശല്യം അതിരൂക്ഷമെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും പ്രധാനമായ മത്സരം നടക്കുന്നത്. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് UDF-ന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടത്. അത് ഏത് വിധേനയും പിടിച്ചെടുക്കാമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഐക്യമില്ലായ്മ അത് മറനീക്കി പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഏത് സമയത്തും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതിനാടകീയമായ സംഭവങ്ങൾ ഇന്നും ഉണ്ടായേക്കാം. ഓഫീസ് ഈ DCC പ്രസിഡന്റിനെ ഉൾപ്പെടെ അടച്ച് ഇതിനകത്ത് കൂട്ടുന്ന സ്ഥിതിയിലേക്കൊക്കെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇന്ന് 3 മണി അതിനിർണായകമാണ്. ഈ വിമതരായി മത്സരിക്കുന്നവര് ഭൂരിഭാഗവും പിൻവലിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാസർഗോഡ് നഗരസഭയിലേക്ക് വന്നാൽ മുസ്ലിം ലീഗ് കാലങ്ങളായി ഭരിക്കുന്ന നഗരസഭയാണ്. BJP-യാണ് തൊട്ട് പിന്നിലുള്ളത്. പ്രതിപക്ഷമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ BJP-യാണ് അവിടെ പ്രതിപക്ഷം. അവിടെ 4ഓളം വിമതരാണ് ഇപ്പോൾ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൽ. അതായത് ഈ നഗരസഭയുടെ ഭരണം പോലും നഷ്ടപ്പെട്ടേക്കാമെന്ന ഒരു രീതിയിലാണ് അവിടെ ഈ കാര്യങ്ങളുള്ളത്. ഈ ഏകോപനമില്ലായ്മ UDF-ന്റെ ഭാഗത്തുനിന്നും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീജ സൂചിപ്പിച്ചതുപോലെ ചില വിമതന്മാരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി പാർട്ടി സംവിധാനം ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് അവരുടെ വിജയം. BJP-യുടെ കാര്യമാകട്ടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളൊന്നുമല്ല BJP നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത്രത്തോളം വലിയ മുന്നൊരുക്കങ്ങൾ, അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അത്രത്തോളം വലിയ ഒരു BJP-യുടെ പ്രവർത്തനം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായ ഈ ഒരു സാഹചര്യമുള്ളത്. ഇന്ന് 3 മണിക്ക് ശേഷം ഏതെല്ലാം തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായതെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അത് കണ്ടു തന്നെ അറിയണം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ വിമത ഭീഷണി ഉണ്ട്. ഈസ്റ്റേലേരി പഞ്ചായത്തിൽ ഒരുപക്ഷെ ഭരണം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവിടെ 6ഓളം വിമതരാണ് മത്സരിക്കുന്നത്. ഈ ഈസ്റ്റേലേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ കയ്യാങ്കളി ഈ DCC ഓഫീസിൽ ഉണ്ടായ സംഭവം ഉണ്ടായി. അതിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വൈസ് പ്രസിഡന്റ്, അതായത് DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ കയ്യാങ്കളി നടത്തിയത്. അവർക്കെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കുന്ന കാര്യത്തിലും ഈ നേതാക്കൾക്കിടയിൽ ആശങ്കയുണ്ട്. ഏതായാലും ആ ദൃശ്യം പകർത്തിയ ആൾക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലം ഒതുക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും വലിയ തോതിൽ വിമത ഭീഷണി കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് തന്നെ പറയണം. അത് UDF-നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും ചെയ്യുക. ശ്രീജ, ഇനി BJP-യിലേക്ക് വന്നാൽ NDA വളരെ ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ജില്ലാ അധ്യക്ഷയുടെ ഒരു അവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കം തുടക്കം തൊട്ട് തന്നെ നടന്ന ഒരു സ്ഥലം ഒരുപക്ഷെ സംസ്ഥാനത്ത് കാസർഗോഡാണ്. അവിടെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൊട്ടടുത്ത് തന്നെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അവർ സർവ്വ സന്നാഹങ്ങളുമായി കാസർഗോഡ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എത്ര ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? സുനിത, ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 4ഓളം പഞ്ചായത്തുകളിൽ BJP-യും അതുപോലെ തന്നെ LDF ആയാലും UDF ആയാലും ഒപ്പത്തിനൊപ്പമാണ്. അവിടെ LDF ഭരിക്കുന്നത് UDF-ന്റെ പിന്തുണയാണ്. അതായത് BJP-യെ അധികാരത്തിൽ എത്താതിരിക്കാൻ UDF LDF-നെ പിന്തുണയ്ക്കുന്നു. മഞ്ചേശ്വരം പഞ്ചായത്ത് മാത്രം എടുത്തു നോക്കിയാൽ BJP-ക്ക് വലിയ തോതിലുള്ള ഭൂരിപക്ഷം അവിടെ ഉണ്ടായിട്ടും ഒരു സ്വതന്ത്ര LDF-ന് UDF-ന് SDP-യുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും BJP-ക്ക് വിജയ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വിമതശല്യം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗുണകരമാവുക BJP-ക്ക് തന്നെയാണ്. പല സ്ഥലങ്ങളിലും BJP വളരെ മുന്നിലെത്തിയ സാഹചര്യമുണ്ട്. പല പഞ്ചായത്തുകളിലും അത്തരത്തിൽ സാഹചര്യമുണ്ട്. ഏതായാലും ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും
ഈ ജില്ലാ പഞ്ചായത്തിലും BJPക്ക് വലിയ റോളില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണം, അതായത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് BJPയുടെ വലിയ തോതിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്ന രീതിയിൽ അത് ML അശ്വിനിയുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ സാധിച്ചു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവർ ആരംഭിച്ചു. വീടുകൾ കയറിയുള്ള പ്രചരണം അവർ കൃത്യമായി നടത്തുന്നുണ്ട്. ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകൾ സ്വന്തമാക്കാൻ, അവർക്ക് കൂടുതൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എത്രത്തോളം ഈ വിമത ഭീഷണി നേരിടുന്നുണ്ടോ കോൺഗ്രസിന്റെ, അതെല്ലാം മുതലെടുക്കുക, പരമാവധി മുതലെടുക്കുക എന്നതിനാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം കാസർഗോഡ് നഗരസഭ കൂടി BJPയുടെ കൃത്യമായ ഒരു അജണ്ടയിലുണ്ട്. കാരണം അവിടെ ചെറിയ വ്യത്യാസം, 6 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ്. 4 സീറ്റിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിമതരായിരിക്കുന്നു. ശക്തമായൊരു പ്രകടനം കാഴ്ചവെച്ചാൽ കാസർഗോഡ് നഗരസഭ ചരിത്രത്തിൽ തന്നെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും UDFന്റെ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഈ സമയം വരെ പരിഹാരമായിട്ടില്ല. അത് കൂടുതൽ മോശമാവുന്ന രീതിയിൽ അവർക്ക് തമ്മിലുള്ള അനൈക്യം തന്നെയാണ് പ്രകടമാവുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു യോഗം DCC ഓഫീസിൽ നടക്കുന്നുണ്ട്. പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ്. പല ഇടങ്ങളിലും കൃത്യമായ സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ നിർത്താൻ സാധിച്ചിട്ടില്ല എന്ന് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആ ഗുരുതരമായ ആരോപണം DCC പ്രസിഡന്റിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് UDF പോകാതിരിക്കണമെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് M. ലിജു ഉൾപ്പെടെ സ്ഥലത്ത് ഈ യോഗം നടക്കുന്ന സമയത്താണ് ഈ കയ്യാങ്കളി ഉണ്ടായെന്നാണ്. അങ്ങനെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മഞ്ചേശ്വരത്ത് പ്രകടമായി, ഈസ്റ്റേൺ ഏരിയയിൽ പ്രകടമായി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തുറന്ന ഒരു പോരിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമുണ്ട്. DCC ഓഫീസ് വരെ ഇത്തരത്തിൽ കൂട്ടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഏത് സമയത്തും ഒരു നാടകീയമായ സംഭവം ഒരു പക്ഷേ UDFൽ ഉണ്ടായേക്കാം. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ഇന്ന് നിർണായകമാണ്. 3 മണിക്ക് എത്ര വിമത സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിന് തലവേദനയായി, UDFന് തലവേദനയായി പത്രിക നൽകിയിട്ടുണ്ടോ അവർ സ്ഥാനാർത്ഥിത്വം നിന്നും പിൻവലിക്കുമോ, അതാണ് ഏറ്റവും പ്രധാനം. അതായിരിക്കും. വെറും 4 മണിക്കൂർ സമയമേ ഉള്ളൂ. 4 മണിക്കൂറും ഒക്കെ കഷ്ടി അത്ര സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ മുന്നണികൾക്ക്, പ്രത്യേകിച്ച് UDFന്, അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി UDF ആണ് നേരിടുന്നത്. അത് കഴിയുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഇനി നമ്മൾ പോകുന്ന മലപ്പുറത്താണ്. അവിടെ സംസ്ഥാനത്ത് എവിടെയുമില്ലാത്ത തരം ഒരു കാഴ്ച കാണുന്നു. മലപ്പുറത്തെ ഒരു വാർഡിൽ മത്സരിക്കുന്നത് UDFൽ നിന്ന് മാത്രം 9 സ്ഥാനാർത്ഥികൾ. പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിലാണ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ എത്തിയത്. കോൺഗ്രസിൽ നിന്ന് 7 പേർ, ലീഗിൽ നിന്ന് 2 പേർ പത്രിക നൽകിയിരിക്കുന്നു. വിഭാഗീയത അവസാനിപ്പിക്കാൻ DCC നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഭാരവാഹികൾ കൂട്ടത്തോടെ പത്രിക നൽകിയത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇങ്ങനെ ഒരു കാഴ്ച എന്തായാലും സംസ്ഥാനത്ത് വേറെ എവിടെയുമില്ല. അനുമോദ്, ഇത് UDF കമ്മിറ്റി യോഗമൊന്നും അല്ലല്ലോ ഇത്രയും 9 പേരൊക്കെ അവിടെ വന്ന് പത്രിക കൊടുക്കാനും. ഈ അവസാന മണിക്കൂറിൽ എന്തെങ്കിലും തരത്തിലുള്ള സമവായം അവിടെ വർക്കാവുമോ? ശ്രീജ, UDFന്റെ ജംബോ സ്ഥാനാർത്ഥി പട്ടിക എന്നൊക്കെ പറയേണ്ടി വരും നമുക്ക്. കൂട്ടാലുങ്ങളിലെ ഈ ഒരു സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കാണുമ്പോൾ 9 പേരാണ് UDFന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ മത്സരിക്കാൻ പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ UDFൽ ഏറ്റവും അധികം ലീഡ് നേടിയ ഒരു പഞ്ചായത്ത് ആണ്, അല്ലെങ്കിൽ വാർഡാണ് കൂട്ടാലുങ്കൽ. 850-ലധികം 889 വോട്ടുകൾ ഇവിടെ UDF ലീഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ തോതിൽ തന്നെ ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നു. നിലവിലെ മെമ്പറായിട്ടുള്ള ലത്തീഫ് കൂട്ടാലുങ്കൽ ഈ ഒരു ഇത്തവണയും മത്സരിക്കാൻ പത്രിക നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒപ്പം തന്നെ പെരുവള്ളൂർ മുൻ ബ്ലോക്ക് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് മെമ്പറുമായ KP സക്കീറും അദ്ദേഹവും ഈ ഒരു ആവശ്യവുമായിട്ട് രംഗത്തെത്തി. അങ്ങനെ പാർട്ടിക്കുള്ളിൽ അവിടെ വലിയ ചർച്ചയാവുകയും ജില്ലാ നേതൃത്വം ഇത് പ്രശ്നം പരിഹരിക്കാൻ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. അതായത് ഒരു വാർഡിലെ എല്ലാ UDF അനുഭാവികളും വിളിച്ചു ചേർത്ത് അവർക്ക് ആരാണ് അവരുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാനുള്ള ഒരു നീക്കം നടത്താനും ആണ് ശ്രമം ഉണ്ടായത്. പക്ഷേ 16-ാം തീയതി നിശ്ചയിച്ച ആ ഒരു യോഗം അത് നടന്നില്ല. അന്ന് DCCയിൽ നിന്നും മറ്റും ആളുകൾ എത്തുന്ന നേരം ഒഴുകിയതോടെ അവിടെ ഉണ്ടായിരുന്നവർ തന്നെ യോഗം പിരിച്ചുവിട്ട് എല്ലാവരും മത്സരിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അവസാന മണിക്കൂറുകളിലും ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ലീഡ് നേടി UDF വിജയിച്ച
ഒരു വാർഡിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ഈ കൂട്ടാങ്കൽ വിഷയത്തിൽ നമുക്ക് പറയേണ്ടതുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. എന്നാണെങ്കിലും ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ നിലവിൽ മെമ്പറായിട്ടുള്ള ലത്തീഫ് കൂട്ടാലെങ്കിലും KP സക്കീറും ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 9-ൽ നിന്ന് കുറച്ച് പേരെങ്കിലും പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർ നിശ്ചയിച്ച മറ്റൊരു ഫോർമുലയിലേക്ക് ഈ ഒരു ചർച്ച കൊണ്ടുചെന്ന് എത്തിച്ചാൽ അവർക്ക് ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും അവസാന വട്ട ശ്രമത്തിലാണ് ഇപ്പോൾ DCC നേതൃത്വം. ശരി, എന്തായാലും അത്യന്തം കൗതുകകരമായ കാഴ്ചയാണ്. മലപ്പുറത്തെ കൂട്ടാലിങ്ങളിൽ ഏറ്റവും മികച്ച ലീഡുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ കൂട്ടത്തോടെ UDFകാർ പത്രിക നൽകുന്നു. UDFന് കോൺഗ്രസിൻ്റെ 7 ലീഗിൻ്റെ 2 അടക്കം 9 സ്ഥാനാർത്ഥികൾ ഒരേ വാർഡിൽ എന്നുള്ളതാണ് ഒരു രസകരമായ കാഴ്ച. അത് എത്രത്തോളം പേർ അവിടെ മത്സരരംഗത്തുണ്ടാകുമെന്നത് നമുക്കൊരു 4 മണിക്കൂർ പിന്നിടുമ്പോൾ അറിയാം.